പഹൽഗാമിലെ ബേതാബ് വാലിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടൊരു സ്ഥലമാണ് ബേതാബ് വാലി. ലിഡർ നദി ഒഴുകുന്ന പ്രദേശമാണ് ബേതാബ് വാലി. ആ മനോഹരമായ പ്രദേശത്ത് അതിശക്തിയായി ഒഴുകുന്ന അതിസുന്ദരിയായ ലിഡർ നദിയുടെ കുറുകെയുള്ള പാലത്തിനെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഭംഗിയും സൗന്ദര്യവും ശരിക്കും പറയാൻ ആകുമോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും വാക്കുകൾ നമ്മുടെ അടുത്തില്ല. ഈ നയന മനോഹരമാണ് ഈ ദൃശ്യം. ലിഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വെള്ളത്തിന് പച്ച കലർന്ന ഒരു നീല നിറമാണ്. പിന്നെ ഹിമാലയത്തിൽ മഞ്ഞുരുകി നേരെ ഒലിച്ചു വരുന്നതിൻ്റെ അതിഭയങ്കരമായിട്ടുള്ള തണുപ്പ്, ശക്തമായ ഒഴുക്ക്, ഇതൊക്കെയാണ് ലിഡർ നദിയുടെ പ്രത്യേകതയായിട്ട് ഇവിടെ നമുക്ക് കാണാനും സാധിക്കുന്നത്. ബേതാബ് വാലി പാർക്കാണ്. പാർക്കിനുള്ളിൽ കിടന്ന ഇതുപോലുള്ള ഒത്തിരി മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ആടാണ്, അതിനെ ഒരുക്കിയിരുത്തിയിരിക്കുകയാണ്. പല തരത്തിലുള്ള മൃഗങ്ങളെയും നമുക്കവിടെ കാണാൻ പറ്റും. ആ മൃഗങ്ങളെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ലിഡർ നദിയിലൊന്ന് ഇറങ്ങാൻ നോക്കി, എല്ലാവരും ഒന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഞാനും ഇറങ്ങി. പക്ഷേ ഷൂ നനയ്ക്കാൻ വയ്യാത്ത കാരണം അങ്ങോട്ടേക്ക് ഇറങ്ങില്ല. ക്യാൻവാസൊക്കെ നനയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇറങ്ങാതെ ഒന്ന് തൊട്ട് നോക്കുകയാണ്. വെള്ളം ഒന്ന് അറിയണമല്ലോ, അതിഭയങ്കരമായ തണുപ്പാണ്, ശക്തമായ അതായത് ശരിക്കും നമ്മൾ ഐസിൽ കൈയെടുത്താൽ എങ്ങനെ ഇരിക്കും ഐസ് എന്ന് പറയുന്ന പോലെ തന്നെ ഐസ് വെള്ളമാണ്. പലരും അങ്ങോട്ട് ഇറങ്ങിയൊക്കെ നിൽക്കുന്നവരുണ്ട്. പക്ഷേ അത്രയ്ക്കുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഇത്രയും തണുപ്പൊന്നും അങ്ങോട്ട് എടുക്കാനും പറ്റില്ല. പിന്നെ ആ ക്യാൻവാസ് നനയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു. ആ മുകളിൽ കാണുന്ന മലകളിൽ നിന്ന് മഞ്ഞുകാലത്ത് മഞ്ഞ് ഉറഞ്ഞു കിടന്നിട്ട് അത് ഈ ചൂടാവുമ്പം ഉരുകി ഇറങ്ങി വരുന്നതാണ് ഈ ലിഡർ നദി. അങ്ങനെ ഉണ്ടാകുന്നതാണ്. അല്ലാത്ത മഞ്ഞുകാലം ഇവിടെ എല്ലാം മഞ്ഞോടെ ഉരുകി ചേർന്ന് മഞ്ഞായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. വെള്ള കളറിലായിരിക്കും ഇതെല്ലാം കാണുക. ഇപ്പോൾ ലിഡർ നദി ഇങ്ങനെ മഞ്ഞുരുകി ഒഴുകി ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഫലഭൂഷ്ടമാക്കാൻ. അതിനടുത്തായിട്ടുള്ള പാർക്കാണ് ഈ ബേതാബ് വാലി പാർക്ക് എന്ന് പറയുന്നത്. ഈ പാർക്കിൻ്റെ പ്രത്യേകത അതിസുന്ദരികളായ പെൺകുട്ടികൾ ധാരാളം അവിടെ ഉണ്ടായിരുന്നു. തദ്ദേശവാസികളും നമ്മളെപ്പോലെയുള്ള പുറത്തുനിന്ന് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഒക്കെ വരുന്നവരും ഒക്കെ ഉണ്ട്. അതിനകത്ത് നമുക്ക് ധാരാളം മൃഗങ്ങളെ കാണാൻ സാധിക്കും. പലതരത്തിലുള്ള മൃഗങ്ങൾ. ചില കുഞ്ഞു പെൺകുട്ടികൾ സാധാരണ ആടിനെയൊക്കെ കൊണ്ടവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കും. അതൊക്കെ അവർക്കൊരു വരുമാനമായിട്ട് അവർ കരുതുന്നുണ്ട്. ഒരു കുടുംബം പുലരാനും ഉള്ള കാര്യവും കൂടിയായിട്ട് അത് നടക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ സന്തോഷവും സങ്കടവുമൊക്കെ. ചെറിയ കുഞ്ഞു മക്കളൊക്കെ അതിനെയൊക്കെ ഒരു വീഡിയോയിലാക്കാൻ പോലുമുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്ന് മാത്രം. ഈ നേച്ചറിൻ്റെ ബ്യൂട്ടി, പ്രകൃതിയുടെ സൗന്ദര്യം അത് നമ്മളെ വല്ലാതെ ആകർഷിക്കും. നമ്മൾ പറയത്തില്ലേ ഹഠാത് ആകർഷിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, ആ വേർഡ് മതിയോ എന്നൊക്കെ ചോദിച്ചാൽ പോരാ. അത്രയ്ക്കാണ് ആനിമൽസ്, പലതരത്തിലുള്ള ആനിമൽസ് ആയാലും ശരി, അതല്ല നേച്ചർ ആയാലും ശരി, നദി ആയാലും ശരി, അവിടെ കാണുന്ന പെൺകുട്ടികളുടെ ഒക്കെ സൗന്ദര്യമായാലും ശരി, ഒന്നും നമുക്ക് പറയാനില്ല. പൈൻ വൃക്ഷങ്ങൾ നട്ടുണ്ടാക്കുന്നതാണ്. പൈൻ വൃക്ഷം ജനവാസ മേഖലകളിൽ ധാരാളം പൈൻ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു. അതും ഒരു മുഖമുദ്രയായിട്ടാണ് കശ്മീരിൻ്റെ ഇരിക്കുന്നത്, ഈ പൈൻ വൃക്ഷങ്ങൾ. അപ്പോൾ ഇതെല്ലാം എടുത്ത് പറഞ്ഞ് നമ്മൾ വേറെ ഏതോ രാജ്യത്ത് എത്തപ്പെട്ട പോലെ ധാരാളം സ്കൂൾ കുട്ടികൾ അവിടെ ടൂറിനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേതാബ് വാലിയും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും പറ്റുന്നത് പോലെ വീഡിയോയിലെടുത്തപ്പോൾ ലിഡർ നദി ഒരിക്കലും മങ്ങാത്ത ഒന്നായി. ആ സൗന്ദര്യത്തിന് സാക്ഷാത്കാരമായിട്ട് ലിഡർ നദി എന്നും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചേർന്ന് വന്നൊരു ഭാവമായിരുന്നു ഈ യാത്ര. അങ്ങോളം ആകർഷിച്ച ഒന്ന് തന്നെയാണ് ലിഡർ നദി എന്ന് പറയാം. അതിൻ്റെ സൗന്ദര്യവും ലിഡർ നദിയും ഒക്കെ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒന്നായി ഇങ്ങനെ കൂടെ നിന്നു. ആ ലിഡർ നദിയുടെ സൗന്ദര്യം ഹൃദയത്തിലേറ്റി നെഞ്ചോട് ചേർത്തു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ തന്നെ. അതിനൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അത്ര ഭംഗിയാണ് ആ നദിയും അതിൻ്റെ പ്രദേശങ്ങളും. ഇതിനടുത്താണ് ഒരു അൺഫോർച്ചുനേറ്റ് ഇവൻ്റ് ഉണ്ടായതും. ഈ ബേതാബ് വാലിയിലല്ല, പക്ഷേ ബേതാബ് വാലിയുടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ വെച്ചിട്ടാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനടുത്ത ദിവസങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ പക്ഷെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ആൾക്കാരൊക്കെ ധാരാളം പോകുന്നുണ്ട്. പിന്നെ ധാരാളം സെക്യൂരിറ്റി അവിടുത്തെ ഭയങ്കര സ്ട്രോങ് ആണ്. അതൊക്കെ നമുക്ക് എടുത്ത് പറയാതെ വയ്യ. സെക്യൂരിറ്റി നല്ല സ്ട്രോങ് ആണ് അവിടെ. അതുകൊണ്ട് തന്നെയും സമാധാനമായിട്ട് പോയി വരാമെന്ന്. ആപ്പിളിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കി തരും. ഇവിടെ ആപ്പിളിൻ്റെ പാടമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ അതിനകത്ത് ഇടുന്നു, ഇങ്ങനെ കറക്കുന്നു, അതിലൂടെ അരിച്ചെടുത്തിട്ട് തരും.
ഇതെന്താ മരം എന്നല്ലേ? ആപ്രിക്കോട്ട്. ആപ്രിക്കോട്ടിന്റെ സീസൺ അല്ലേ ഇത്? ആപ്രിക്കോട്ടാണ്. ഇതാ കണ്ടില്ലേ നിൽക്കുന്നത്? ഇതാണ് ആപ്രിക്കോട്ട്. ആ മേലെയൊക്കെ നിറച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് ആപ്രിക്കോട്ട്. ഇതിലൊക്കെ ഉണ്ട് ഇങ്ങനെ. ഇതാണ് ആപ്രിക്കോട്ട്. ഇത് വരുമ്പോ ആപ്പിൾ. ആപ്പിളും ആപ്രിക്കോട്ടും പീച്ചും ചെറിയും ഒക്കെ എനിക്ക് അത്ഭുതം തന്നെയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലാത്തതും കഴിച്ചിട്ടില്ലാത്തതുമായ ഫ്രൂട്ട്സും അതിനകത്തുണ്ടായിരുന്നു. പീച്ചിന്റെ തോട്ടത്തിൽ വന്നിട്ടേ പീച്ച് പറിക്കുകയാണ്. കണ്ടാൽ ആപ്പിളൊന്നും ആയിട്ടൊന്നുമില്ല, ഇനിയും ആകും. പക്ഷെ അത് പറിക്കുകയാണ്. ഹാർവെസ്റ്റിംഗ് പീച്ച്. നല്ല ചൂടിയൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നല്ല മധുരമാണ്. പക്ഷെ ഇപ്പം ചെറിയൊരു പുളി കലർന്ന ഒരു മധുരമാണ്. എന്നാലും ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ അധികം ഇല്ല, ആപ്പിൾ തോട്ടത്തിലാണ് വന്നത്. എന്നാലും ഇത് പറിക്കുക. കണ്ടോ, പുറത്ത് ഒരുതരം വെൽവെറ്റ് പോലെ ഇരിക്കുന്നുണ്ടാവും ഇതിന്. അപ്പോൾ നമ്മൾ അവരോട് 1 കിലോ തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 1 കിലോയ്ക്ക് കണക്കായിട്ട് കുറച്ച് പറിക്കാമെന്ന് വെച്ച്. കൊടുക്കാനായിട്ടില്ലായിരുന്നു, എന്നാലും നമ്മളോടുള്ള നമ്മുടെ ആ ഒരു ക്രൈസ്നെസ് കണ്ടപ്പോൾ തരാമെന്ന് അവർ സമ്മതിച്ച് അങ്ങനെ വാങ്ങുകയാണ് ചെയ്തത്. ഇത് ചെറിയുടെ പാടമാണ്. ശരിക്കും റെഡാണ്, ഭയങ്കര റെഡ് കളറാണ് ആവുന്നത്. പക്ഷെ ഇപ്പൊ അത് ആകാത്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇതൊരു ചെറിയ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, ചെറുതായിട്ട്. ഇത് ഫുള്ള് റെഡ് ആവും. ഇപ്പൊ കൊള്ളില്ല, പക്ഷെ പറ്റാൻ ഭയങ്കര ടേസ്റ്റാ. കഴിക്കാൻ പറ്റില്ല. കശ്മീരിൽ വന്നാൽ മസ്റ്റ് ഡ്രൈ ആണ് ഈ കശ്മീരി കെവ. കശ്മീരി കെവ മസ്റ്റ് ഡ്രൈ. ഇത് പീച്ച് കണ്ടില്ലേ? പീച്ചാണ്. പീച്ച് ഇത് നല്ല പഴുത്തിട്ടാണ് കഴിക്കേണ്ടത്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ സുന്ദരിയായ കശ്മീരിന്, സുന്ദരിയായ ലിഡർ നദിക്ക്, ധാരാളം സിന്ധു നദിക്ക്, ഝലം നദിക്ക് ഒക്കെ തൽക്കാലം വിട പറഞ്ഞുകൊണ്ട് തൽക്കാലത്തെ ഈ കശ്മീരി പര്യടനം ഒന്ന് അവസാനിപ്പിക്കുന്നു. തിരികെ വരാനായി ശ്രീനഗർ എയർപോർട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ധാരാളം സൗന്ദര്യമുള്ള മുഖങ്ങൾ മാത്രം കണ്ടെന്നിരിക്കെ, അപ്പോൾ കുറച്ച് പേരെ നമ്മുടെ ഫ്രെയിമിലും കൂടി ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എയർപോർട്ടിൽ കണ്ട കുറച്ച് അതിസുന്ദരമായ മുഖം ഇതിലേക്ക് ചിത്രീകരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഒപ്പം തന്നെ കുറച്ച് കുഞ്ഞുങ്ങളും അക്കൂട്ടത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറേ സുന്ദരി കുട്ടികളെയും ഒപ്പത്തിൽ കുറച്ച് കുഞ്ഞുകുട്ടികളെയും ഒക്കെ ആയിട്ട് ഉള്ള ചിത്രീകരണം നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ മധുര മനോഹരമായ കശ്മീരി യാത്രയ്ക്ക് തൽക്കാലം ഒരു വിരാമം ഇട്ടുകൊണ്ട് വീണ്ടും തിരിച്ചു നമ്മുടെ ഡൽഹി എയർപോർട്ടിൽ, അവിടെ നിന്ന് നേരെ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക്, അവിടെ നിന്ന് നമ്മുടെ ജീവിത പ്രാരാബ്ധത്തിലേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.